എന്ന ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. പാർട്ട് 2 മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പാർട്ട് 3യിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മീഡിയൻ, അതായത് മധ്യമം എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാണ് നോക്കിയിരുന്നത്. ഈ ക്ലാസ്സിൽ വിഭാഗ മധ്യമം, അതായത് ക്ലാസസ് മീഡിയൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഇതുവരെ നമ്മൾ ക്ലാസസ് ഉള്ള, അതായത് വിഭാഗ മധ്യമം കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ വിഭാഗ മധ്യമം കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വിഭാഗങ്ങളും മധ്യമവും, ക്ലാസസ് മീഡിയൻ. ഒരു കണക്ക് നമുക്കെടുത്ത് നോക്കാം. ഒരു പ്രദേശത്തെ കുറച്ച് വീടുകൾ തന്നിട്ടുണ്ട്. അവയുടെ വൈദ്യുതി ഉപയോഗം, ഓരോ വീട്ടുകാരും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ എണ്ണം, വീടുകളുടെ എണ്ണം. അതായത് ദ ടേബിൾ ഷോസ് സം ഹൗസ് ഹോൾഡ്സ് സോർട്ടഡ് അക്കോർഡിംഗ് ടു ദെയർ യൂസേജ് ഓൺ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി യൂസേജിന്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഹൗസസ്. അതായത് 80 മുതൽ 90 വരെ യൂണിറ്റ്, 80 to 90 3 വീടുകളാണ് ഉള്ളത്, 3 ഹൗസസ്. 90 to 100 6 ഹൗസസ്. 100 to 110 7 ഹൗസസ്. 110 to 120 10 ഹൗസസ്. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇതിന്റെ മധ്യമ ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉപയോഗം, മീഡിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചോദ്യം എഴുതിയെടുത്തിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. നമ്മളൊരു പുതിയ ടേബിൾ വരയ്ക്കുക. ഇതിൽ നിന്ന് ചോദ്യം മാത്രം ഒരു സൈഡിലാക്കിയിട്ട് നമ്മൾ പുതിയൊരു ടേബിൾ വരയ്ക്കുകയാണ്. അതിൽ വൈദ്യുതി ഉപയോഗത്തെ എക്സ് ആക്കിയിട്ടും വീടുകളുടെ എണ്ണത്തെ വൈ ആക്കിയിട്ടും എടുക്കുകയാണ്. അപ്പോൾ വൈദ്യുതിയുടെ ഉപയോഗം ഇതുവരെ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത് ഒരു യൂണിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ 80 മുതൽ 90 വരെ, ഇതിനെയാണ് ക്ലാസസ് എന്ന് പറയുന്നത്. വിഭാഗം എന്ന് പറഞ്ഞാൽ 80 മുതൽ 90 വരെ, 90 മുതൽ 100 വരെ, 100 മുതൽ 110 വരെ. അപ്പോൾ നമ്മൾ 90-ൽ കുറവ്, ബിലോ 90 ആയിട്ടാണ് എടുക്കുന്നത്. അടുത്തത് 100-ൽ കുറവ്, ബിലോ 100. അടുത്തത് 110-ൽ കുറവ്, ബിലോ 110. അങ്ങനെയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ ആവൃത്തി ഇത് കൂട്ടി കൊണ്ടുപോകും. ആദ്യം 3, പിന്നെ 3 + 6 9, 9 + 7 16, 16 + 10 26, 26 + 9 35, 35 + 4 39. അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ഒരു പുതിയ ടേബിൾ വരയ്ക്കുകയാണ്. കണക്ക് ഇവിടെ ഉണ്ട്. 90 വരെ 3 വീട്. അപ്പോൾ ബിലോ 90, 90-നേക്കാൾ കുറവ്, 90 വരെയുള്ളൂ, 90-നേക്കാൾ കുറവ് 3 പേര്. ഈ 3 പേര്. 100-നേക്കാൾ കുറവ്, അപ്പോൾ ഇവർ 2 പേരും. 100-നേക്കാൾ കുറവ് ഉപയോഗിക്കുന്നത് 3 മാറും, 9 വീട്ടുകാർ. ബിലോ 110, 110-നേക്കാൾ കുറവ്, അപ്പോൾ ഈ 3 സെറ്റ് ആൾക്കാരും വന്നു, 16 വീട്ടുകാർ. 120, ബിലോ 120, 120-നേക്കാൾ കുറവ്, 26 വീട്ടുകാർ വന്നു ഇതുവരെ. അതിൻ്റെ കൂടെ 9 കൂടിയും കൂട്ടിയാൽ 130-നേക്കാൾ കുറവ്, 35 പേര്. 140-നേക്കാൾ കുറവ്, 35-ഉം 4-ഉം 39 പേര്. അപ്പം ഇതാണ് നമ്മളുടെ വൈദ്യുതിയുടെ ഉപയോഗത്തിൻ്റെ കണക്ക്. അപ്പോൾ 90 യൂണിറ്റിനേക്കാൾ കുറവ് ഉപയോഗിക്കുന്ന 3 വീട്ടുകാരും 100 യൂണിറ്റിനേക്കാൾ കുറവ് ഉപയോഗിക്കുന്ന 9 വീട്ടുകാരും, ആ ക്രമത്തിലാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് ആകെ കൂട്ടിയാലും 39 കിട്ടും. അപ്പം നിങ്ങൾ പരീക്ഷയ്ക്ക് ശരിയാണോ എന്ന് നോക്കാൻ
ആകെ ഇതൊന്നും കൂട്ടി നോക്കുക 39 തന്നെ അല്ലേ, എന്നാലാണ് നമ്മളിവിടെ എഴുതി വരുന്ന സംഖ്യ തന്നെ ആയിരിക്കണം ഇതിന്റെ ടോട്ടൽ അവസാനത്തെ സംഖ്യ 39 വീട്ടുകാർ. 140നേക്കാൾ കുറവ് ഉപയോഗിക്കുന്നത് 39 വീട്ടുകാർ. അപ്പൊ ഇതില് നമ്മള് ഇനി 39ന്റെ നടു 39 വീട്ടുകാരെയും ഒന്നാമത്തെ വീട്ടുകാർ രണ്ടാമത്തെ വീട്ടുകാർ അങ്ങനെ ക്രമത്തിൽ നിരത്തി നിർത്തുകയാണെങ്കിൽ 39ാമത്തെ വീട്ട് വരെ എത്തിക്കഴിഞ്ഞാൽ ഈ 39 വീട്ടുകാരെയും നിരത്തി നിർത്തിയാൽ നടുവിൽ ആരാണ് വരിക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 39 വീട്ടുകാരെയും നിരത്തി നിർത്തി ഒന്നാമത്തെ വീട് രണ്ടാമത്തെ വീട് മൂന്നാമത്തെ വീട് അങ്ങനെ നിരത്തി 39 വീട്ടും നിരത്തി നിർത്തിയപ്പോൾ 19 ആൾക്കാർ അപ്പുറത്തും ലെഫ്റ്റ് സൈഡിലും 19 പേര് റൈറ്റ് സൈഡിലും വന്നു. അപ്പൊ നടുവിൽ ആര് വന്നു? 20th 20ാമത്തെ വീട്. 20ാമത്തെ വീടാണ് മീഡിയൻ ആയിട്ട് വരുന്നത്, മധ്യമമായിട്ട് വരുന്നത്. ഈ 20ാമത്തെ വീടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 20ാമത്തെ വീടിനെയാണ് നമ്മൾ മധ്യമമായിട്ട് എടുക്കുന്നത്. നമ്മളിവിടെ 20ാമത്തെ വീട് കണ്ടില്ലേ? 20ാമത്തെ വീടാണ് മധ്യമം. 20ാമത്തെ വീടിന്റെ മധ്യമം കണ്ടുപിടിക്കാൻ 20 എന്ന് വരുന്നത് ഈ 16ന്റെയും 26ന്റെയും ഇടയിലാണ്. ഇതിൻ്റെ ഉള്ളിലാണ് 20ാമത്തെ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് ഇത്രയും ഭാഗം ഇങ്ങോട്ട് എടുക്കാം. ഇത്രയും ഭാഗം നമ്മൾ എടുക്കുന്നു. 110 എക്സിന്റെ വില 110 മുതൽ 120ന്റെ ഇടയിൽ ആണ്. വൈയുടെ വില 16ന് ശേഷം 26 വരെ ആണ് 20 വന്ന് പെടുന്നത്. 20ാമത്തെ വീടാണ് മധ്യമം. 20ാമത്തെ വീട് ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രയാണെന്ന് ഇതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ 16ാമത്തെ വീട് 110, 17ാമത്തെ വീട് 110, 16ന് താഴെ ഉള്ള വീട്ടുകാരാണ് 16 വരെയാണ് 110. അപ്പോൾ 110 17ാമത്തെ വീട് തൊട്ട് തുടങ്ങും. 18ാമത്തെ വീട് 19ാമത്തെ വീട് അങ്ങനെ 10 വീടുകളുണ്ട് ഇതിനുള്ളിൽ. 10 യൂണിറ്റും ഉണ്ട്, 10 വീട്ടുകാരും ഉണ്ട്. അപ്പോൾ 10 യൂണിറ്റിനെ 10 വീട്ടുകാരായിട്ട് നമ്മൾ ഭാഗിക്കും. അതാണ് ഇതിൻ്റെ ഒരു സൂത്രവാക്യമായിട്ട് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ സമാന്തര ശ്രേണിയിൽ അരിതമെറ്റിക് പ്രോഗ്രഷനിൽ പഠിച്ച ഡിഫറൻസ് D = x/y. ഇതിനെയാണ് നമ്മൾ x ആയിട്ട് കണക്ക് കൂട്ടുന്നത് യൂണിറ്റിന്. y എന്ന് പറയുന്നത് വീടുകളുടെ എണ്ണം. അപ്പോൾ x എന്ന് പറയുന്നത് 120 - 110 ഡിവൈഡ് ബൈ y എന്ന് പറയുന്നത് വീടുകളുടെ എണ്ണം 26 സബ്സ്ട്രാക്ട് ചെയ്യുക 16, 26 - 16. അപ്പോൾ 120 - 110 = 10 ഡിവൈഡ് ബൈ 26 - 16 = 10, 10/10. ഇതാണ് വർധനവായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ വീട്ടുകാർ ഇതിലെ 16 കഴിഞ്ഞ് 17ാമത്തെ വീട്ടുകാർ ഉപയോഗിക്കുന്നത് 110 യൂണിറ്റാണ്. അടുത്ത 18ാമത്തെ വീട്ടുകാർ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 110ന്റെ കൂടെ 10/10 ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. ഇതാ ആ 2 കള്ളി മാത്രം നമുക്ക് എടുത്ത് നോക്കുകയാണ്. ഇതാ ഈ നമ്മൾ വരച്ചെടുത്തില്ലേ, ഈ കള്ളി മാത്രം എടുക്കുകയാണ്. അതുപോലെ ഈ വ്യത്യാസം ഓരോ വീട്ടുകാരുടെയും വൈദ്യുതിയുടെ ഉപയോഗത്തിന്റെ വർധനവ് ഡിഫറൻസ് 10/10 ആഡ് ചെയ്ത് പോവുകയാണ്. ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ കള്ളി മാത്രമേ ഇനി നമുക്ക് ആവശ്യമുള്ളൂ. അതുപോലെ 17 മുതൽ ഇവിടുന്ന് തൊട്ടിട്ട് 17 തൊട്ട് 26 വരെ ഉള്ളവരെയാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മൾ ഇതൊന്ന് വരയ്ക്കാൻ പോവുകയാണ്. ഇങ്ങനെ വരയ്ക്കുക. ഓരോ വീട്ടുകാരെയും വരയ്ക്കുന്നു. ഇങ്ങനെ നിങ്ങളും നോട്ട് പുസ്തകത്തിൽ വരയ്ക്കുക. ഇതാണ് 110. 110 എന്ന് പറയുന്നത് ഇതാണ്. ഇവിടുന്ന് തുടങ്ങും. ഇവിടെ 17ാമത്തെ വീട്ടുകാർ. 16 കഴിഞ്ഞു, ഇനി 17. ഇത് 18, ഇത് 19, ഇത് 20. ഇങ്ങനെ പോവും.
21. നമുക്ക് എത്രാമത്തെ വീട്ടുകാരെ വേണ്ടേ? അതാണ് നമ്മൾ കഴിഞ്ഞത് ഇതിൽ നോക്കിയത്. നമുക്ക് 20ാമത്തെ വീട്ടുകാർ ഉപയോഗിക്കുന്ന വൈദ്യുതിയാണ് ഇതിൻ്റെ ഉത്തരം, മധ്യമം, മീഡിയൻ. ഈ 20ാമത്തെ വീടിൻ്റെ ഇവിടെ നമ്മൾ വരച്ച് നിർത്തിയ 20, 21 ഇനി അങ്ങനെ പോവും. അത് നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് 20ാമത്തെ വീടിൻ്റെ ഇവിടെയും ഇവിടെയും വരുന്ന വിലകളുടെ പകുതിയാണ് ഇതിൻ്റെ മീഡിയൻ, മധ്യമായിട്ട് വരിക. അപ്പോൾ ഇവിടെ 110 തുടങ്ങി, അതിൻ്റെ കൂടെ 10/10 ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ വരുന്ന സംഖ്യ 110, 10/10. അപ്പോൾ ഞാൻ എഴുതണം 110, 10/10. ഇനി 10/10 ഓരോന്നിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ 110, 20/10. ഡിനോമിനേറ്റർ ആഡ് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്കറിയാം. ഛേദം 10 തന്നെ നിൽക്കും. ഇനി 110, 20/10 കൂടെ വീണ്ടും 10/10 ആഡ് ചെയ്യാണ്. അപ്പൊ 110, 30/10. അടുത്തത് വീണ്ടും 10/10 ആഡ് ചെയ്തു. അപ്പൊ 110, 40/10. ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടി ചെറുതാക്കാം കേട്ടോ. ഡിവൈഡ് ബൈ 10 കൊണ്ട് വെട്ടി ചെറുതാക്കാം. പക്ഷെ എല്ലാ കണക്കിലും അങ്ങനെ പറ്റിയെന്ന് വരില്ല. അതാണ് നമ്മൾ അതുപോലെ തന്നെ എഴുതി പോയ. അപ്പൊ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സിന്റെ വ്യത്യാസം, എക്സിന്റെ ഡിഫറൻസ് ഡിവൈഡ് ബൈ വൈയുടെ ഡിഫറൻസ്. 26 - 16, 10. അങ്ങനെയാണ് ഈ 10/10 കിട്ടിയത്. ആ 10/10 110 വെച്ച് തുടങ്ങും. 17ാമത്തെ വീട്ടുകാർ. ഇവിടെ 16 വരെ കഴിഞ്ഞു. ഇനി നമ്മൾ തുടങ്ങുന്നത് 17ാമത്തെ വീടാണ്. അപ്പോൾ 17ാമത്തെ വീട് മുതൽ 18, 19, 20. ഈ 20ാമത്തെ വീടിൻ്റെ വൈദ്യുതി ഉപയോഗമാണ് നമ്മുടെ മധ്യമം. 20ാമത്തെ വീട് എന്ന് പറയുന്നത് ഇതിൻ്റെയും പകുതി. 110, 30/10 എന്ന് പറഞ്ഞാൽ 110, ഈ 0 ക്യാൻസൽ ചെയ്തു, +3, 113. 113ഉം ഇത് ഇവിടെ 40ന്റെ ഈ 0, 10ന്റെ 0 ക്യാൻസൽ ചെയ്താൽ 110 + 4, 114. അപ്പൊ 113ഉം ഇനി 113 വന്നതെന്ന് മനസ്സിലായ? 30/10 എന്ന് പറഞ്ഞാൽ 3. 30നെ 10 കൊണ്ട് അടിച്ച് 3. 110, 3, 113. 110, 4, 114. അപ്പൊ 113ഉം 114ഉം കൂടി കൂട്ടി അതിന് പകുതിയാക്കി. അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ബൈ 2 = 113.5. ഇതാണ് ഇതിൻ്റെ മധ്യമം. അപ്പം മധ്യമം കിട്ടിയ നമുക്ക് 113.5. ഓക്കെ. ഇനി നമുക്കൊരു കണക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. ഇതിപ്പോൾ ഒറ്റസംഖ്യയായിരുന്നു. ആകെ 39 വീട്ടുകാരായിരുന്നു. 39 എന്ന് പറയുന്ന ഒറ്റസംഖ്യയാണ്. അതാണ് കൃത്യമായിട്ട് 20ാമത്തെ വീട് കിട്ടിയ നടുവിൽ. ഇരട്ടസംഖ്യ ആകുമ്പോൾ 2 വീടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു. അതുപോലത്തെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം.